എമ്പുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ്. മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദ്രയും ഒക്കെ സിനിമയിൽ കടന്നുകൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സന്തോഷായി, നല്ല സന്തോഷായി. ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് വലിയ വിവാദമായതോടെ ആ പദവി പോലും തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കും. വിവാദങ്ങളുടെ തോടനായി മാറിയിരിക്കുകയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിനക്കോ? ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആരോപണങ്ങൾ മീഡിയകളിൽ രാത്രിയിൽ അന്തിച്ചർച്ച എമ്പുരാനായി മാറിയിരിക്കുന്നു. നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദ്രയും ഒക്കെ സിനിമയിൽ കടന്നുകൂടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നട ഞാൻ. ഒരു പ്രിവ്യൂ ഷോ പോലും വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും അതിന് കാരണമായി പറഞ്ഞിരുന്നത് സസ്പെൻസുകൾ ലീക്കാകാൻ സാധ്യതയുണ്ടെന്നുമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. രാവിലെ മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടത്. അതിനുശേഷമാണ് പണി കിട്ടിയ വിവരം ലാൽ അറിഞ്ഞത് എന്നാണ് അറിയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. വളരെ വിശ്വസ്തനായിരുന്ന പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു. വില്ലൻ ബജ്രംഗി അടക്കമുള്ളവർ മോഹൻലാൽ അറിയാതെ കടന്നുകൂടിയതാണ്. എന്റെ ചോറ് മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം ഈ സിനിമയിൽ ഉള്ളതായി അറിയില്ല എന്നുമാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ആത്മാർത്ഥതയും സ്നേഹവും വാത്സല്യവും മോഹൻലാൽ കാണിച്ചിട്ടും ചതിക്കപ്പെട്ടു എന്ന നിരാശയും വേദനയും ലേറിനുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നെ സംശയിക്കരുത്. ഉറ്റവർ പോലും മോഹൻലാലിനെ തള്ളി പറയുന്നു. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ മാപ്പ് മാപ്പ് മാപ്പ്. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ഓക്കെ ബൈ. പോയിട്ട് വരാം.